തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെപ്പറ്റി വിവരം നൽകുക, നിയമങ്ങളും ചട്ടങ്ങളും സംബന്ധിച്ച സംശയ നിവാരണം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് തദ്ദേശ വകുപ്പ് ആരംഭിക്കുന്ന AI കോൾ സെൻ്ററാണ് സ്മാർട്ടി. എന്താണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെപ്പറ്റി വിവരം നൽകുക, നിയമങ്ങളും ചട്ടങ്ങളും സംബന്ധിച്ച സംശയ നിവാരണം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് തദ്ദേശ വകുപ്പ് ആരംഭിക്കുന്ന AI കോൾ സെൻ്ററാണ് സ്മാർട്ടി. സ്മാർട്ടിൻ്റെ ഭാഗമായി നിലവിലുള്ള കോൾ സെൻ്ററാണ് പൂർണ്ണമായും വെർച്വലായും AI അധിഷ്ഠിതവുമായി മാറുന്നത്. AI കോളിംഗ് ബോട്ടും 3D അവതാർ ടോക്ക് ബോട്ടുമായ സാങ്കേതിക സംവിധാനമാണ് സ്മാർട്ടി. തദ്ദേശ ഭരണത്തിലെ സുതാര്യത, കാര്യക്ഷമത, പ്രവേശനക്ഷമത എന്നിവ ഉറപ്പാക്കാനാണിത്. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സംശയങ്ങൾക്കും ഇന്നു മുതൽ ജീവനക്കാർക്ക് പകരം സ്മാർട്ടി ഉത്തരം പറയും. അതിൻ്റെ കോൾ സെൻ്റർ നമ്പറാണ് 047125255100. 047125255100 എന്നുള്ളതാണ് സ്മാർട്ടിയുടെ നമ്പർ, കോൾ സെൻ്റർ നമ്പർ. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സംശയങ്ങൾക്കും ഇന്നു മുതൽ ജീവനക്കാർക്ക് പകരം ആരാണ്? സ്മാർട്ടിയാണ് ഉത്തരം പറയാൻ പോകുന്നത്. അതിൻ്റെ കോൾ സെൻ്റർ നമ്പർ എത്രയാണ്? 047125255100. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരവേദി ആസാമിലാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരവേദി ആസാമിൽ 2026. കേരളത്തിൻ്റെ ആദ്യ മത്സരം പഞ്ചാബുമായിട്ടാണ്. 2024-25 സന്തോഷ് ട്രോഫി ജേതാക്കൾ പശ്ചിമ ബംഗാളാണ്. 24-25 പശ്ചിമ ബംഗാളിനാണ് കിട്ടിയത്. അപ്പോൾ 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആസാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോളിൻ്റെ മത്സരവേദി ആസാമാണ്. കേരളത്തിൻ്റെ ആദ്യ മത്സരം പഞ്ചാബുമായിട്ടാണ്. 2024-25 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? പശ്ചിമ ബംഗാൾ. വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠനത്തോടൊപ്പം കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹം പദ്ധതി. വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠനത്തോടൊപ്പം കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹം പദ്ധതി. ഓരോ ആഴ്ചയിലും ഓരോ ആശയം വീതം 6 ആഴ്ചകളിലാണ് സ്നേഹം പദ്ധതി നടപ്പിലാക്കുന്നത്. ആശയങ്ങൾ: ശാസനയില്ലാ വാരം, അഭിനന്ദന വാരം, ഡിജിറ്റൽ ഉപവാസ വാരം, കൃതജ്ഞതാ വാരം, ക്ഷമാപണ വാരം, ശ്രദ്ധിക്കൽ, മനസ്സിലാക്കൽ, പരിഗണിക്കൽ വാരം. കുട്ടികളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങാ മിഠായി എന്നുള്ളത്. കുട്ടികളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പദ്ധതി ഏതാണ്? നാരങ്ങാ മിഠായി. സ്നേഹം പദ്ധതി എന്താണ്? വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠനത്തോടൊപ്പം കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹം പദ്ധതി എന്നുള്ളത്. ഓരോ ആഴ്ചയിലും ഓരോ ആശയം വീതം 6 ആഴ്ചകളിലാണ് സ്നേഹം പദ്ധതി നടപ്പിലാക്കുന്നത്. നാരങ്ങ മിഠായി എന്താണ്? കുട്ടികളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങ മിഠായി. അടുത്തിടെ ബാഡ്മിൻ്റണിൽ നിന്ന് വിരമിക്കുന്ന വനിതാ താരമാണ് സൈന നെഹ്വാൾ. സൈന നെഹ്വാൾ ബാഡ്മിൻ്റണിൽ നിന്നും വിരമിക്കുകയാണ്. ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. 2008 ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി. ഒളിമ്പിക് ബാഡ്മിൻ്റണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ്. ഒളിമ്പിക് ബാഡ്മിൻ്റണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. ലണ്ടൻ ഒളിമ്പിക്സിലാണ് വെങ്കല മെഡൽ നേടുന്നത്. 2015 ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. 2015 ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സൈന നെഹ്വാൾ. അർജുന അവാർഡ് 2009 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2010 പത്മശ്രീയും ലഭിച്ചു, ഖേൽ രത്നയും ലഭിച്ചു. 2016 പത്മഭൂഷണം ലഭിച്ചു. അപ്പോൾ അർജുന അവാർഡ് 2009, 2010 ഖേൽ രത്നയും പത്മശ്രീയും. പത്മഭൂഷൺ 2016 ലഭിച്ചു. പത്മശ്രീയും ഖേൽ രത്നയും 2010 പത്മഭൂഷൺ 2016 ലഭിച്ചു. 2009 അർജുന അവാർഡ്. ഹോളിവുഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന അനിമേഷൻ ചിത്രമാണ് സൂട്ടോപ്പിയ 2. ഏതാണ്? സൂട്ടോപ്പിയ 2. ഹോളിവുഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ആനിമേഷൻ ചിത്രമാണ് സൂട്ടോപ്പിയ 2 എന്നുള്ളത്. ഏതാണ്? സൂട്ടോപ്പിയ 2.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ആനിമേഷൻ ചലച്ചിത്രമാണ് 2025 പുറത്തിറങ്ങിയ ചൈനീസ് ചിത്രമായ നേസ 2. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ആനിമേഷൻ ചലച്ചിത്രം 2025 പുറത്തിറങ്ങിയ ചൈനീസ് ചിത്രമായ നേസ 2 ആണ്. എന്താണ്? നേസ 2 ആണ്. അതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ അനിമേഷൻ ചിത്രം. ഹോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന അനിമേഷൻ ചിത്രമാണ് സൂട്ടോപ്പിയ 2 എന്നുള്ളത്. വേൾഡ് ഇന്റലക്ച്വൽ ഫോറം പുറത്തിറക്കിയ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 16 ആണ്. വേൾഡ് ഇന്റലക്ച്വൽ ഫോറം പുറത്തിറക്കിയ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 12. രാജ്യങ്ങൾ തങ്ങളുടെ അധികാരം ജനങ്ങളുടെ പരിസ്ഥിതിയോടും ലോകത്തോടും എത്രത്തോളം ഉത്തരവാദിത്തോടെ വിനിയോഗിക്കുന്നു എന്ന് അളക്കുന്ന പുതിയ സൂചികയാണിത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് ഇന്റലക്ച്വൽ ഫോറമാണ് ഈ ഇൻഡെക്സ് തയ്യാറാക്കിയത്. അതിൽ 16 സ്ഥാനമാണ് ഇന്ത്യക്ക്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, IIM മുംബൈ എന്നിവയുമായി സഹകരിച്ചാണ് ഈ പട്ടിക വികസിപ്പിച്ചത്. പട്ടികയിൽ 1ാം സ്ഥാനം സിംഗപ്പൂരിനാണ്. വേൾഡ് ഇന്റലക്ച്വൽ ഫോറം പുറത്തിറക്കിയ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 16ആണ്. 1ാം സ്ഥാനം സിംഗപ്പൂര്, 2ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്, 3ാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്കിനാണ് 3ാം സ്ഥാനം. 3ാം സ്ഥാനം ഡെൻമാർക്ക്, 1ാം സ്ഥാനം സിംഗപ്പൂർ, 2ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്, 3ാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്കിനാണ് 3ാം സ്ഥാനം. 1ാം സ്ഥാനം സിംഗപ്പൂര്, 2ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്, 3ാം സ്ഥാനം ഡെൻമാർക്ക്. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ച രാജ്യം ചൈന. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ച രാജ്യം ചൈന. സാധാരണയായി ഹൈബ്രിഡ് വിത്തുകൾ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. എന്നാൽ ഈ പുതിയ വിത്തുകൾ തലമുറകളോളം അവയുടെ ഗുണമേന്മ നിലനിർത്തുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഹൈബ്രിഡ് വിത്തുകൾ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. എന്നാൽ ഈ പുതിയ വിത്തുകൾ തലമുറകളോളം അവയുടെ ഗുണമേന്മ നിലനിർത്തുന്നു. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ച രാജ്യമാണ് ചൈന. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ജേതാക്കൾ സെനഗലാണ്. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ജേതാക്കൾ സെനഗൽ. മൊറോക്കോയെ 1-0 തോൽപ്പിച്ചത്. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ജേതാക്കൾ ആരാണ്? സെനഗലാണ്. സെനഗൽ. 2026 ജനുവരിയിൽ ഇന്ത്യൻ സന്ദർശിക്കുന്ന UAE പ്രസിഡന്റാണ് ഷൈഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനി. ഷൈഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനി വിവിധ മേഖലകളിൽ പരസ്പര സഹകരണവും സൗഹൃദവും ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കായിട്ടാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന UAE പ്രസിഡന്റാണ് ഷൈഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനി. വിവിധ മേഖലകളിൽ പരസ്പര സഹകരണവും സൗഹൃദവും ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കായിട്ടാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. 2026 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി ഡാവോസ്, സ്വിറ്റ്സർലാൻഡാണ്. എക്കണോമിക് ഫോറം, ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി എവിടെയാണ്? ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. ലോക സാമ്പത്തിക ഫോറത്തിൽ തങ്ങളുടെ കഥ പറയാനെത്തുന്ന 2 ഇന്ത്യൻ യുവത്വങ്ങളാണ് ദൃഷ്ടി മേധ അസാമും ഇഷാൻ പ്രതാപ് സിംഗ് ഡൽഹിയും. ദൃഷ്ടി മേധ ആസാം, ഇഷാൻ പ്രതാപ് സിംഗ് ഡൽഹി. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്ന ആശയമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്ന ആശയമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിൽ തങ്ങളുടെ കഥ പറയാനെത്തുന്ന 2 ഇന്ത്യൻ യുവത്വങ്ങളാണ് ദൃഷ്ടി മേധയും അസംകാരിയായിട്ടുള്ള അസമാണ് ദൃഷ്ടി മേധ, ഇഷാൻ പ്രതാപ് സിംഗ് ഡൽഹി. ഡൽഹിയിലെ നഗരവനത്തിൽ നിന്നും പശ്ചിമഘട്ട വനാന്തരത്തിൽ നിന്നുമായി കണ്ടെത്തിയ 2 പുതിയ ഉറുമ്പീച്ചകളാണ് മെറ്റാഡോൺ ഗോർപാഡയി, മെറ്റാഡോൺ റീമേരി. മെറ്റാഡോൺ ഗോർപാഡയി, മെറ്റാഡോൺ റീമേരി. മെറ്റാഡോൺ ജനുസിൽ ഉൾപ്പെടുന്നവയാണിവ. മെറ്റാഡോൺ ഗോർപാഡിയയെ ഡൽഹിയിൽ നിന്നും മെറ്റാഡോൺ റീമേരിയെ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അപ്പം മെറ്റാഡോൺ ഗോർപാഡിയയെ ഡൽഹിയിൽ നിന്നും മെറ്റാഡോൺ റീമേരിയെ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത്. INS സുദർശനിയുടെ ലോക പര്യടനം ആരംഭിക്കുന്നത് 20 ജനുവരി 2026 ജനുവരി 20 INS സുദർശനിയുടെ ലോക പര്യടനം ആരംഭിക്കുന്നത്. നാവികസേനയുടെ 2ാമത്തെ പരിശീലന കപ്പലാണ് INS സുദർശിനി. ലോകയാൻ 26
2012 സേനയുടെ ഭാഗമായി. ലോകയാൻ 26 ആദ്യത്തേത്. അപ്പോൾ നാവികസേനയുടെ രണ്ടാമത്തെ പരിശീലന കപ്പലാണ് INS സുദർശിനി. വസുദൈവ കുടുംബകം എന്ന ദർശനത്തിൽ അധിഷ്ഠിതമാക്കിയുള്ള പര്യടനത്തിന്റെ ഭാഗമായി 13 രാജ്യങ്ങളിലെ 18 തുറമുഖങ്ങളിൽ എത്തിച്ചേരും. 20,000 നോട്ടിക്കൽ മൈൽ ദൂരമാണ് കപ്പൽ സഞ്ചരിക്കുക. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ പരിശീലന കപ്പലാണ് INS തരങ്കിണി. അപ്പോൾ നാവികസേനയുടെ രണ്ടാമത്തെ പരിശീലന കപ്പലാണ് INS സുദർശിനി എന്നുള്ളത്. ലോകയാൻ 26 എന്നും അത് അറിയപ്പെടുന്നുണ്ട്. INS സുദർശിനി രണ്ടാമത്തേത്. നാവികസേനയുടെ രണ്ടാമത്തെ പരിശീലന കപ്പലാണ് INS സുദർശിനി അഥവാ ലോകയാൻ 26. ആദ്യത്തേത് ഏതാണ്? ആദ്യത്തെ പരിശീലന കപ്പലാണ് INS തരങ്കിണി എന്നുള്ളത്. അപ്പോൾ INS സുദർശിനി രണ്ടാമത്തേതും INS തരങ്കിണിയാണ് ഒന്നാമത്തേതും.